പലരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ഹോംമെയ്ഡ് ഡയറ്റ്, എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ഞാനിപ്പോൾ ഡേ 1 മുതൽ 100ാമത്തെ ദിവസം വരെ, അപ്പോൾ ഇത് 53ാമത്തെ ദിവസമാണ്. ഇറ്റ്സ് സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് till 53 days. So I just want to convince that it's not a healthy method to it's not a healthy method. പലരും ഈ ഒരു ഡയറ്റിലേക്ക് വരാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ട്. കാരണം കുടവേറും അല്ലെങ്കിൽ നമ്മുടെ ഈ ചെസ്റ്റ് ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന എനിക്കുണ്ടായിട്ടുണ്ട് ഒരുപാട് വട്ടം. അല്ലെങ്കിൽ ഒരുപാട് കളിയാക്കലുകളും ഇതൊക്കെ കുറയ്ക്കണം എന്നുള്ളൊരു വാശി കൊണ്ട് നമ്മുടെ ബോഡി ഒന്ന് ലീനാക്കണം എന്നുള്ളൊരു, നിങ്ങളിപ്പോൾ ഈ ഒരു ഡയറ്റിലേക്ക് വരാൻ താല്പര്യമുള്ള ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ ചെയ്യാൻ താല്പര്യമുള്ള ഒരാളാണ്, അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ ഫുൾ ബോഡി ചെക്കപ്പ് ആദ്യം തന്നെ നടത്തുക. കാരണം നമുക്കൊരിക്കലും അറിയില്ല നമ്മളെ എക്സ്റ്റേണലി അല്ലെങ്കിൽ പുറത്ത് നമുക്ക് എന്താണെന്ന് നമുക്കറിയാം. എന്തെങ്കിലും മുറിവോ ചതവോ ഉണ്ടെങ്കിൽ നമുക്കറിയാം. പക്ഷേ ഇൻറ്റേർണലി നമുക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും അറിയാൻ പറ്റില്ല. പോലെ 23 മണിക്കൂർ ഫാസ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലുള്ള ഒരു മെയിൻ ഘടകമുണ്ട്, അതായത് കുടലെന്ന് പറയും. കുടൽ വളരെ സെൻസിറ്റീവായിട്ടുള്ളൊരു അവയവമാണ്. അതിന് കറക്റ്റ് ടൈമിൽ ന്യൂട്രീഷനും കാര്യങ്ങളും കിട്ടുമ്പോഴാണ് നമ്മുടെ കാർബ്സ്, പ്രോട്ടീൻ, ഫാറ്റ് എല്ലാ സാധനങ്ങളും ഇതിൽ നിന്നാണ് നമുക്ക് എക്സ്ട്രാക്ട് ചെയ്തിട്ട് നമ്മുടെ ഓരോ ശരീരഭാഗത്തു നിന്നും കിട്ടുന്നത്. പക്ഷേ നമ്മൾ എക്സ്ട്രീം ലെവലിലേക്ക് ഇത് പോകുമ്പോൾ പലർക്കും പല ബോഡി കണ്ടീഷനാണ്. പലർക്കും ഇൻറ്റേർണലി കുറച്ച് പ്രോബ്ലം, നമുക്കറിയാൻ പറ്റാത്ത പ്രോബ്ലം പലർക്കും ഉണ്ടാവാം. സോ നിങ്ങൾ ഇതിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ഒരിക്കലും എടുത്ത് പിടിച്ചെന്ന് പറഞ്ഞിട്ട് വരരുത്. എസ്പെഷ്യലി നിങ്ങൾ നമ്മുടെ അബ്ഡോമിനൽ ഇതര സംബന്ധമായിട്ടുള്ള ചെക്കപ്പും കാര്യങ്ങളും മെയിനായിട്ട് നടത്തുക. എന്നിട്ട് അതിലൊക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം. പക്ഷേ ഇത് ചെയ്യുകയാണെങ്കിൽ യു ഹാവ് ടു ഡു ദ ഹെൽത്ത് ചെക്കപ്പ് ബിഫോർ. എക്സ്ട്രീം ലെവലിൽ ഡയറ്റ് ചെയ്തിട്ട് മരണം വരെ സംഭവിച്ചപ്പോൾ ഒരുപാട് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റേ ഹെൽത്തി, സ്റ്റേ സ്ട്രോങ്.